എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷിക്കണം. അയ്യോ മുത്ത, നീ എവിടെയായിരുന്നാലും നിന്നെ ഞാൻ രക്ഷിക്കും. നീ കാര്യം പറ. എന്റെ അച്ഛനാണെങ്കിൽ പൂക്കുറ്റി വിടണ കണക്കാ കഞ്ഞി പഠിച്ച് കയറ്റണത്. ഗോഡ്, ഇറ്റ്സ് ക്രൂവൽ. ആങ്ങളെയാണെങ്കിലോ MDMA കണക്കിന് അടിച്ചു കയറ്റി ഒരു ബോധവും ഇല്ല. അമ്മയാണെങ്കിലോ തളർവാദം പിടിച്ച് കട്ടില്ല. എന്തിനാ ബേബി നീ ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്നത്? ലഹരിയിൽ അടിമപ്പെട്ട ഈ നരകത്തിൽ നിന്നും എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. രക്ഷിക്കും. ഇന്ന് ഈ രാത്രി ഞാൻ ഇറങ്ങി വരും. എന്നെ നീ കൊണ്ടുപോകണം. എനിക്കിങ്ങനെ നിന്റെ കൂടെ ജീവിച്ചാ മതി. ഇത് എന്റെ വാക്ക്. ലഹരിയിൽ അടിമപ്പെട്ട ആ നരകത്തിൽ നിന്നും എന്റെ മുത്തിനെ ഞാൻ കൊണ്ടുപോകും. ഇനി നമുക്ക് നമ്മുടേതായ ലോകം. എല്ലാരും ഉറങ്ങുമ്പോൾ ഞാൻ വിളിക്കാം. അപ്പൊ നീ കാറുമായി താഴെ വന്നാ മതി. ശരി. വേഗം എടുക്കണം, വേഗം എടുക്ക്. എന്താപ്പത്, മരുന്നിന് പോലെ ഒരാളെ കാണാനില്ലെന്ന്. ആ ഇതാരാണ് ഇത് ചുമന്ന കാറിൽ വരണത്? കാത്തുനിന്ന് ക്ഷീണിച്ചു എന്റെ പൊന്നെ. ആരെങ്കിലും കാണുമ്പോ വേഗം വണ്ടി ഇറങ്ങാം. കേറ് പെട്ടെന്ന്. ഇനി നമുക്ക് നമ്മുടെ ലോകം. പടച്ചോനെന്റെ പ്രാർത്ഥന കേട്ട്. നീ എന്ത് തേങ്ങയടി മോളെ കാണിക്കണത്? ഇറങ്ങി വാ, ഒക്കെ രണ്ട് ലൈനിട്ടിട്ട് കിടന്നു ഉറങ്ങാം. പടച്ചോനെ, കുറച്ച് പൊറോട്ട ഇറച്ചി കൂട്ടി വാങ്ങിക്കേണ്ടി വരുമല്ലോ. പൊറോട്ട ഇറച്ചി മാത്രമല്ലടി, റിസപ്ഷന് ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈയും ഞാൻ വെക്കും. നമുക്ക് വേഗം ഇവിടെ സ്ഥലം വിടാം, അല്ലെങ്കിൽ ഇതിന്റെ തന്തപടി പറഞ്ഞു വരും. വാ മോളെ, അച്ഛൻ തരാടി. 2 ലൈനോട് കൂട്ടിയിടച്ചാ. വണ്ടി സൈഡിലോട്ട് ഒതുക്കുള്ളേ, നമ്മള് പൊറോട്ട ഇറച്ചി വാങ്ങട്ട്.